നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് FR അയച്ച് അതും നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഫൈൻ ട്യൂൺ ചെയ്ത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാനിങ്. കൂടുതൽ ചേഞ്ചസും ചർച്ചകളും ഇനിയിപ്പോൾ ഇൻ കേസ് ഗ്യാപ്പ് വന്നാലൊക്കെ നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതൊന്ന് ഷമീർ അല്ലെങ്കിൽ ഫായിസ് ഒന്ന് ആ PDF ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ ഷമീർ സർ പറയും. യെസ് ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഷബീർ കേൾക്കണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓഫ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ. ഒന്നുകൂടിയും വലുതാക്കാൻ പറ്റുമോ? ഫുൾ ഇതിലേക്ക് ഫുൾ എടുത്താക്കാം. ഫുൾ കാണുന്നില്ലേ ഇപ്പോ സ്ക്രീന്? സൈഡത്തെ ID ആണാ? അതോ ഞാൻ പ്ലേ ചെയ്തതിന്റെ പ്രശ്നമായിരിക്കും. അല്ല, സൈഡത്തെ മതി. സൈഡത്തെ ഇതുണ്ടല്ലോ, ആ 3 ബാറിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇത്ര മതി അല്ലേ? ഓക്കെ ശരി. ഒന്ന് ബേസിക്കലി ഇതിന്റെ ഒരു ഈ ആപ്ലിക്കേഷന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സംഘടനയുടെ റിപ്പോർട്ട്, അതായത് പല ഹൈറാർക്കി ലെവലിൽ നിന്നുകൊണ്ട് ആ റിപ്പോർട്ടിനെ റെക്കോർഡ് ചെയ്യാനും അത് കൺസോൾട്ടേറ്റ് ചെയ്ത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുമാണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ബേസിക്കലി ഇതിൽ ഘടന എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു അഡ്മിൻ ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ യൂണിറ്റ് ഉണ്ടാവും. അതുപോലെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അതിന് മുകളിൽ മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാവും. അതിന് മുകളിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉണ്ടാവും. അതിന് മുകളിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവും. ഇതാണ് ബേസിക്കലി ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ ലെവലിലുമുള്ള കമ്മിറ്റികൾക്ക്, ബോഡികൾക്ക് വ്യത്യസ്തമായ ഫങ്ഷനാലിറ്റീസുകളാണ് ഉണ്ടാവുക. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. യൂണിറ്റ്, പഞ്ചായത്ത്, മണ്ഡലം, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, ഈ ഒരു സ്ട്രക്ചറാണ് പൊതുവെ നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ വരുന്ന സ്ട്രക്ചർ. എല്ലാ സ്ട്രക്ചറിലും ലോഗിനുകൾ ഉണ്ടാവും. ഓക്കെ, ആ ലോഗിനുകളിൽ വ്യത്യസ്തമായ ഫങ്ഷനാലിറ്റീസുകളാണ് ഉണ്ടാവുക എന്ന് മാത്രം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം, നമ്മൾ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ മാസ്റ്റർ ഡാറ്റകളും സ്റ്റേറ്റ് അഡ്മിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലേക്കായിരിക്കണം. ഇത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവൻ ഒരു ഡ്രോപ്പ് ഡൗണിൽ വരുന്നൊരു ഡാറ്റ എന്ന് പറയുന്നത് പോലും എന്തായിരിക്കും, ഡൈനാമിക്കലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമായിട്ടാണ് ഇതിന്റെ ക്രിയേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഒരു അപ്രോച്ചാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അതേപോലെ നമുക്ക് ഓരോ ലെവലിലും വ്യത്യസ്തമായ മീറ്റിങ്ങുകൾ ഉണ്ട്. അപ്പൊ അത് ഓരോ ലെവലുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് മെമ്പർഷിപ്പ്, ഫസ്റ്റ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ്. മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിൽ മെമ്പർഷിപ്പ് ആണുള്ളത്. ഒന്ന് പ്രൈമറി മെമ്പർഷിപ്പ്, 2 മെമ്പർ എന്ന് പറയുന്ന മെമ്പർ. അപ്പൊ 2 ടൈപ്പ് മെമ്പർമാരാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതില് ഈ പ്രൈമറി മെമ്പർഷിപ്പ് ആണ് നമ്മൾ യൂണിറ്റ് ലെവലിൽ ആഡ് ചെയ്യുന്ന മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈമറി മെമ്പർ ആയിരിക്കും. ഓക്കെ, നമ്മൾ യൂണിറ്റ് ലെവലിൽ നമ്മൾ ആഡ് ചെയ്യുന്ന മെമ്പർ എന്ന് പറയുന്നത് പ്രൈമറി മെമ്പർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ജില്ലാ ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൈമറി മെമ്പറിനെ നമ്മൾ പിന്നെ മെമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റി, ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് മെമ്പർ ആക്കി മാറ്റുന്നത് പിന്നെ ഹയർ ലെവലിൽ നിന്നായിരിക്കും. ഓക്കെ, ഓരോ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അൺലിമിറ്റഡ് അഡ്മിൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഒരു ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ അഡ്മിൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം മെമ്പർഷിപ്പ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെമ്പർഷിപ്പ് മാനേജ്മെന്റ് നമ്മൾ മെമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പറുടെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജനുവരിയിൽ എത്ര മെമ്പർമാർ പുതുതായി ഉണ്ടായി, ഫെബ്രുവരിയിൽ എത്ര മെമ്പർമാരുണ്ടായി, മാർച്ചിൽ എത്ര മെമ്പർമാരുണ്ടായി. അപ്പൊ ഇത് മാനേജ് ചെയ്യുന്ന ഒരു ഡാറ്റ ടേബിൾ സ്ട്രക്ചർ നിങ്ങൾ കീപ്പ് ചെയ്യണം. അതായത് മെമ്പർമാരാവാം, അല്ലെങ്കിൽ ആ മെമ്പർമാരുടെ മന്ത് വൈസ് ആവാം, മണ്ഡലം വൈസ് ആവാം. നമ്മൾ ഓരോ ഘടന വൈസിലും ഓരോ സ്ഥലത്തും ഉണ്ടായ അതിന്റെ ഒരു റെക്കോർഡ്, അതിന്റെ അപ്ഡേഷൻ സാധനങ്ങൾ എന്ത് ചെയ്യണം. നമ്മുടെ പ്രൈമറി മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സാധനമാണെങ്കിൽ മെമ്പർഷിപ്പ് എന്നുള്ളതും നമുക്ക് നമ്മുടെ റെക്കോർഡിക്കലി കൗണ്ട് കിട്ടണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം ഈ മെമ്പർമാരുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ ഈ മെമ്പർമാരുടെ ലോഗും, ഒരു പുതിയ മെമ്പറെ പ്രൈമറി മെമ്പറാക്കി, പ്രൈമറി മെമ്പറാക്കി തുടങ്ങിയ സാധനങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും ഏത് ആക്ടിവിറ്റീസ് ഇതിൽ നടന്നാലും അത് ലോഗായിട്ട് ഉണ്ടാവണം. നമുക്ക് എന്ത് ഇഷ്യൂ വന്നാലും ചെക്ക് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിൽ ലോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുകളുടെയും ലോഗ് ഉണ്ടാവണം.
മറ്റൊന്നുള്ളത് മെമ്പർഷിപ്പ് മാനേജിൽ നമ്മൾ പറഞ്ഞ അഡ്മിന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് കൊടുക്കണം. അപ്പൊ ഒന്നെങ്കിൽ അവർ ഓൾഡ് പാസ്വേഡ് അടിക്കും, അല്ലെങ്കിൽ OTP വെരിഫിക്കേഷൻ ത്രൂ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ഇവിടെ ആണെങ്കിൽ നമുക്ക് വാട്സപ്പിന്റെ രജിസ്ട്രേഷൻ ഇത് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ ട്രായുടെ പ്രശ്നമുള്ളത് കൊണ്ട് ഈ SMS എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിന്റെ OTP സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള വെരിഫിക്കേഷൻ മെത്തേഡ് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തെ ഒരു സാധനം ഞാൻ പറയുന്നുണ്ട്, ഞാനൊന്ന് ഇടപെടണ്ടേ. നമ്മൾ ഈ മെമ്പർഷിപ്പ് മാനേജ്മെന്റിലെ നമ്മൾ ഈ മെമ്പേഴ്സിന് ലോഗിൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഈ ഇപ്പൊ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിന്റെ അഡ്മിന്മാർക്കാണ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു ബേസിക്കലി യൂണിറ്റ് മുതൽ സ്റ്റേറ്റ് വരെയാണ് എന്തുള്ളത്, അഡ്മിൻ ഉള്ളത്. ഫസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ. അതെ. അല്ല, മെമ്പർഷിപ്പിന്റെ അണ്ടറിൽ അത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സംശയമായത്. ഓക്കെ. അല്ല അത് ഞാൻ ഇതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞതാ. ഓക്കെ. ഇനിയുള്ളത് റിപ്പോർട്ട് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇതിലുണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സാധനം ഹൈറാർക്കി മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് മണ്ഡലം ക്രിയേറ്റ് ചെയ്യണം, യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം, പഞ്ചായത്ത് ക്രിയേറ്റ് ചെയ്യാം, ഡിസ്ട്രിക്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണുള്ളത്. രണ്ട്, അതിൽ തന്നെ അഡ്മിന്മാരെ ആഡ് ചെയ്യാനുള്ള ഓരോ ലെവലിലും അഡ്മിന്മാരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവർക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മൂന്നാമത്തെ പറഞ്ഞ് അതെ അങ്ങനല്ല. അതായത് തൊട്ട് മുകളിലുള്ള ഏത് ഹൈറാർക്കിയും ഏതിനും ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് മണ്ഡലത്തിനും ആണെങ്കിൽ പഞ്ചായത്തിനും യൂണിറ്റിനും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സ്റ്റേറ്റിനും ആണ്. അതെ കുറച്ച് വേണ്ട ക്രിയേറ്റ് ചെയ്യും. പിന്നുള്ളത് നമ്മളെ ഈ യൂസേഴ്സ് എല്ലാരും മെമ്പർമാരോ ആയിരിക്കൂലേ? എല്ലാ യൂസേഴ്സും മെമ്പർമാരായിരിക്കും. യെസ്. ഇതർ പ്രൈമറി മെമ്പർ ഓർ മെമ്പർ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. മൂന്നാമത്തെ നമ്മൾ ഇതിലുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ വെച്ചാൽ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ലെവലിലുള്ള റിപ്പോർട്ട് വ്യത്യാസമായിരിക്കും. ഇപ്പൊ യൂണിറ്റിന്റെ റിപ്പോർട്ട് ചിലപ്പോൾ നമ്മൾ മന്ത്ലി ചോദിക്കുന്ന റിപ്പോർട്ട് ആയിരിക്കില്ല. പഞ്ചായത്തിനോട് നമ്മൾ മന്ത്ലി ചോദിക്കുന്ന റിപ്പോർട്ട്, മണ്ഡലത്തിനോട് നമ്മൾ മന്ത്ലി ചോദിക്കുന്ന റിപ്പോർട്ട്, ഡിസ്ട്രിക്റ്റിനോട് മന്ത്ലി ചോദിക്കുന്ന റിപ്പോർട്ട്. ഓക്കെ. അപ്പൊ ഈ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഇതിൽ ബേസിക്കലി നടക്കേണ്ട സാധനം ടെംപ്ലേറ്റ് മാനേജ്മെന്റ് ആണ് ആദ്യം നടക്കുക. ഉദാഹരണത്തിന് ഈ മാസം ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയെന്നുള്ള ടെംപ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഈ ടെംപ്ലേറ്റ് നമ്മൾ യൂണിറ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. വേറൊരു ടെംപ്ലേറ്റ് മീൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത് പഞ്ചായത്തിലാണ്. ഈ റിപ്പോർട്ട് മാനേജ്മെന്റ് പറയുന്നത് ഒരു FAQ മോഡലുള്ള സാധനമല്ലേ? FAQ മോഡൽ അല്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന്റെ ആൻസർ റിപ്പോർട്ടായിട്ട് അവര് തിരിച്ചു തരുന്നു. അതെ. പക്ഷെ അത് അങ്ങനെയല്ല, ഞാൻ പറയാം. അതായത് റിപ്പോർട്ട് മാനേജ്മെന്റ് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കോർ മൊഡ്യൂൾ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ ആണ്. അപ്പോൾ ഇതത്ര ഈസി സാധനമല്ല. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട സാധനം ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം നിങ്ങളെല്ലാം ഡൗട്ട് ചോദിച്ചാൽ കുറച്ചൊരു ഐഡിയ കിട്ടും. അപ്പൊ റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ലെവലിലും എന്തുണ്ടാവും, റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. പക്ഷെ അപ്ലോഡ് ചെയ്യുന്നത് എന്തായിരിക്കും, വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കും. അപ്പൊ സ്റ്റേറ്റ് അഡ്മിൻ എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം, പഞ്ചായത്തിനൊരു ചോദ്യം ചോദിക്കാം, മണ്ഡലത്തിനോടൊന്ന് ചോദിക്കാം, ജില്ലനോടൊന്ന് ചോദിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ റിപ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു യൂണിറ്റിനോട് നമ്മൾ ചോദ്യം ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യനാണ് ഈ ചോദിക്കുന്നത് വിചാരിക്കാം. അപ്പൊ അത് മന്ത്ലി വൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ടുകൾ ഉണ്ടാവുക. അത് അവർക്ക് എപ്പോൾ അപ്ലോഡ് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ 5 hours കറക്റ്റ് ചെയ്യണേ. അപ്പൊ ഈ അപ്ലോഡ് ചെയ്യുന്ന റിപ്പോർട്ട് ഇപ്പൊ ഉദാഹരണത്തിന് യൂണിറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന റിപ്പോർട്ട് നമുക്ക് പഞ്ചായത്ത് ലെവലിൽ എടുക്കുകയാണെങ്കിൽ അതിന് ക്യൂമുലേറ്റീവ് റിപ്പോർട്ട് കിട്ടും. എല്ലാ യൂണിറ്റുകളും കൂടി ആഡ് ചെയ്താൽ ന്യൂമറിക്കൽ ആറ്റന്നെ നമ്മൾ ക്യൂമുലേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കും. പക്ഷെ അതോടൊപ്പം തന്നെ പഞ്ചായത്തിന് സ്വതന്ത്രമായ വേറെ റിപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ. പഞ്ചായത്തിന് ഈ യൂണിറ്റുകളുടെ ക്യൂമുലേറ്റീവ് റിപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ പഞ്ചായത്തിന് തനതായ റിപ്പോർട്ട് ഉണ്ടാവും. ഇതേപോലെ തൊട്ട് മുകളിലുണ്ടാവും. മണ്ഡലത്തിന് എന്ത് ചെയ്യും, യൂണിറ്റുകൾ അപ്ലോഡ് ചെയ്ത ഡാറ്റ മണ്ഡല അടിസ്ഥാനത്തിൽ കാണാൻ പറ്റും. എന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്, പഞ്ചായത്ത് തലത്തിലുള്ള ഡാറ്റകളും കാണാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ മണ്ഡലത്തിന് സ്വതന്ത്രമായ അതിന്റെ റിപ്പോർട്ടും കാണാൻ പറ്റുക എന്നുള്ളതും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതും ശ്രദ്ധിക്കണം. നമുക്ക് റിപ്പോർട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റണം, ക്യൂമുലേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റണം,
ഓരോ ഘടനക്കും അവരുടെ സ്വതന്ത്രമായ റിപ്പോർട്ടുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി റിപ്പോർട്ട് തന്നെ നമുക്ക് 3 തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് പോകുന്ന റിപ്പോർട്ടാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാ മാസവും ഒരേ ചോദ്യം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഏകദേശം ഒരേ ചോദ്യമായിരിക്കും. അപ്പൊ ആ ചോദ്യങ്ങളുടെ ടോട്ടൽ ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാവും. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവന്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇന്ന് ഒരു ക്യാമ്പയിൻ നടന്നാൽ ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ഡാറ്റ ഉണ്ടാവും. അത് ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പർട്ടിക്കുലർ മാത്രമായിരിക്കും. അത് നമ്മുടെ ടോട്ടൽ ഡാറ്റയുടെ കൂടെയോ മറ്റൊന്നും എന്ത് ചെയ്യൂല, അത് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. മൂന്നാമത് ഓരോ ഘടനക്കും അതിന്റെ സ്വതന്ത്രമായ റിപ്പോർട്ടുകളും ഉണ്ടാവും. ഈ ക്യുമുലേറ്റ് ചെയ്യാതെ ഓരോ ഘടനക്കും സെപ്പറേറ്റ് കാണാൻ പറ്റുന്ന റിപ്പോർട്ടുകളും ഉണ്ടാവും. അപ്പൊ അത് റിപ്പോർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റിപ്പോർട്ടിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ മീൻ ഇവന്റ് റിപ്പോർട്ടും ക്യുമുലേറ്റ് ചെയ്ത് വരുമല്ലോ അല്ലെ? എല്ലാ ക്യുമുലേറ്റീവ് വരും. അതായത് എല്ലാ റിപ്പോർട്ടുകളും ക്യുമുലേറ്റീവും കിട്ടണം, സ്വതന്ത്രമായിട്ടും കിട്ടണം. ഓക്കെ. ഇനി നമ്മൾ മേടിക്കുന്ന റിപ്പോർട്ടിന്റെ ഡാറ്റ തന്നെ നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ ഉണ്ടാവും. നമ്പർ അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഫീൽഡുകൾ ഉണ്ടാവും. ഉദാഹരണത്തിൽ എത്ര പരിപാടി നടന്നു അല്ലെങ്കിൽ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് നമ്പർ ആയിരിക്കും. അതോടൊപ്പം തന്നെ എസ് ഓർ നോ മോഡൽ ഉണ്ടാവും. നിങ്ങൾ ഇന്ന പരിപാടി നടത്തിയിരുന്നോ എന്ന ചോദ്യത്തിൽ അല്ലെങ്കിൽ ഇന്ന സാരി എസ് ഓർ നോ മോഡൽ ഉണ്ടാവും. മൂന്നാമതൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് മോഡലായിരിക്കും. അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് ക്യുമുലേറ്റീവ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കാണിക്കുന്ന സ്വഭാവത്തിലാണ് ഉണ്ടാവുക. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരാൾക്ക് 3 തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന്, അവർക്ക് നമ്പർ വെച്ച് കൊടുക്കാം. 2, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ് ഓർ നോ ടൈപ്പ് ചെയ്യാം. മൂന്നാമത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്ന, എൻ്റർ ചെയ്യാവുന്ന സംവിധാനം ഉണ്ടാവും. ഇതാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തത്തിൽ ഉണ്ടാവുന്ന റിപ്പോർട്ട് ഉണ്ടാവുക. ഈ ഓരോ റിപ്പോർട്ടുകളും തൊട്ട് മുകളിലുള്ള ടീമിന് എന്ത് ചെയ്യാൻ പറ്റും, ഹൈരാർക്കി വൈസിൽ കാണാൻ വേണ്ടി പറ്റണം. ഉദാഹരണത്തിന് ഒരു മണ്ഡലത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ യൂണിറ്റുകൾ, മണ്ഡലത്തിൽ ഉള്ള മൊത്തം യൂണിറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള സ്റ്റാറ്റസ് എന്ത് ചെയ്യാൻ പറ്റണം, കാണാൻ പറ്റും. അപ്പൊ അതിന് ഒരു മണ്ഡലം കമ്മിറ്റി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുള്ള ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പോ ഇന്ന പഞ്ചായത്ത്, ഇപ്പൊ ഉദാഹരണത്തിന് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ഇന്ന യൂണിറ്റുകൾ എന്ത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇന്നത് അപ്ലോഡ് ചെയ്തിട്ടില്ല. വേറെ വല്ലപ്പോഴും പഞ്ചായത്തിലെ ഇന്ന യൂണിറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്തില്ല എന്നുള്ളത് ഈ മണ്ഡലത്തിന് കാണാൻ വേണ്ടി പറ്റണം. അപ്പൊ ഇങ്ങനെ മുകളിലുള്ള ബോഡികൾക്ക് താഴെയുള്ള ബോഡികളുടെ റിപ്പോർട്ടിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി കാണാൻ വേണ്ടി പറ്റണം. ഓക്കെ. ഇതാണ് അതിലുള്ള വേറൊരു സാധനം എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നുള്ളത് നമ്മുടെ അറ്റൻഡൻസ് മാനേജ്മെന്റ് ആണ്. ഒരു സെക്കൻഡ്, റിപ്പോർട്ട് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് അല്ലെ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടിന്റെ ആഡ് ചെയ്ത് കൊടുത്ത സ്റ്റേറ്റ് മാത്രമല്ല ചെയ്യാ, ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റേറ്റ് മാത്രമാണ്. എസ് എസ് ഏത് ലെവലിലേക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി നമുക്കുള്ള ക്വസ്റ്റ്യൻ ടൈപ്പില് ബാക്കി ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഇപ്പൊ 3 ടൈപ്പ് ഷമീർ സാഹിബ് പറഞ്ഞുള്ളൂ. വേറെ ഒന്നുണ്ടാവാ പറയും. സാധാരണ HTML ഉണ്ടാവുന്ന ഉണ്ടല്ലോ, ഡ്രോപ്പ് ഡൗൺ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കുമായിരുന്നു. ഏത് ഓപ്ഷൻ ഉപയോഗിക്കാം? അങ്ങനെ വേണമെങ്കിൽ അത് പറയണം. അത് നോർമലി നമ്മൾ ഇങ്ങനത്തെ സംഘടനാ റിപ്പോർട്ടുകൾ ഈ 3 ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. ഓക്കെ, അത് നോട്ട് ചെയ്യാം. നമുക്ക് ഒന്ന് ഇൻസ്റ്റന്റ് വേണ്ടി വരൂല, പക്ഷെ എന്താ ഉപയോഗം വരും എനിക്ക് പറയാൻ. ഷബീർ, റിപ്പോർട്ട് മൊഡ്യൂളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് ആഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് അഡ്മിൻ അല്ലേ വരുന്നത്? അതെ, ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ടത്, ടെംപ്ലേറ്റ് ആഡ് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ് ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് മന്ത്ലി റിപ്പോർട്ട് ചോദിക്കണം. ഒരേ റിപ്പോർട്ടിലേക്ക് നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ചോദിക്കുന്നു വിചാരിക്കാം. അപ്പൊ റിപ്പോർട്ട് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. അതായത് ഇപ്പൊ ജനുവരി ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് നമുക്ക് ഫെബ്രുവരിയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്ലോണിംഗ് ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരേ സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ പരമാവധി അഡ്മിൻ ഒറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അത് ക്ലോൺ ആവും. മാസം മാത്രം മാറ്റി കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന മാസത്തിലേക്ക് കൂടി ചെയ്യാം. അപ്പൊ ഏത് റിപ്പോർട്ടിൽ ഏത് മാസത്തിലേക്കും ക്ലോൺ ചെയ്യാൻ പറ്റുന്ന സംവിധാനം അതിലുണ്ടാവണം. ഓക്കെ. അതെ, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ക്ലോണിംഗ് എന്ന് പറയുന്നത് ബേസിക് ആ റിപ്പോർട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. ഇനി ഇതിൽ അറ്റൻഡൻസ് മൊഡ്യൂൾ ആണ്. അറ്റൻഡൻസ് മൊഡ്യൂൾ ശ്രദ്ധിക്കേണ്ട സാധനം, നമുക്ക് അറ്റൻഡൻസ് എടുക്കേണ്ടത് എല്ലാ ഘടനയിലും അറ്റൻഡൻസ് എടുക്കണം. ഇപ്പൊ യൂണിറ്റില്, പഞ്ചായത്തില്, മറ്റേ മണ്ഡലത്തില്, ഇതിലൊക്കെ അറ്റൻഡൻസ് എടുക്കണം. അപ്പൊ ഒരു മാസത്തിൽ 1 എന്ന അറ്റൻഡൻസ് അല്ല ഉണ്ടാവുക. അറ്റൻഡൻസ് എന്ന് പറയുന്നത് അവർക്ക് മീറ്റിംഗ് കൂടുന്ന സമയത്തുള്ള അറ്റൻഡൻസുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഉദാഹരണത്തിന് മണ്ഡലം കമ്മിറ്റിക്കാണെങ്കിൽ മണ്ഡലം കമ്മിറ്റി കൂടുന്ന മീറ്റിങ്ങുകൾ 2 ഉണ്ടാവും. മീറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും,
വേറെ എന്തായിരുന്നു? മണ്ഡലം കമ്മിറ്റി ഉണ്ട്, മണ്ഡലം എക്സിക്യൂട്ടീവ് ഉണ്ടാവും. അപ്പൊ അത് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് മാസ്റ്റർ ആയിരിക്കും. സ്റ്റേറ്റിൽ നമ്മളൊരു മാസ്റ്റർ ഡാറ്റ കൊടുക്കും. ആ മാസ്റ്റർ ഡാറ്റയിൽ മീറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതായത് മണ്ഡലം കമ്മിറ്റി. അപ്പൊ അതിന്റെ ഹൈറാർക്കി ലെവൽ ആർക്കൊക്കെയാണ് മണ്ഡലം കമ്മിറ്റി കൂടുക, മണ്ഡലം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. അടുത്ത് മണ്ഡലം എക്സിക്യൂട്ടീവ് കൊടുത്തിട്ട് മണ്ഡലം കൊടുത്താലും മണ്ഡലം എക്സിക്യൂട്ടീവ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ അറ്റൻഡൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മണ്ഡല കമ്മിറ്റിക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒരു യൂണിറ്റിന്റെ സാധനത്തിൽ നമ്മൾ ഇവിടെ സ്റ്റേറ്റ് പറയാണ്, യൂണിറ്റ് മീറ്റിംഗ് യൂണിറ്റ് എക്സിക്യൂട്ടീവും ആണെന്ന് പറഞ്ഞാൽ അതും കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഡിസ്ട്രിക്റ്റിന്റെ കേസിൽ ഒരു 3 സാധനം കൊടുത്തു വിചാരിക്കും. അപ്പൊ 3 കൊടുത്താൽ 3 ഈ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്ക് ഉണ്ടാവും? ഇവർക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഏതൊക്കെ ടൈപ്പ് അറ്റൻഡൻസ് വേണമെന്ന് തീരുമാനിക്കുക സ്റ്റേറ്റ് ആയിരിക്കും. അതിന്റെ മാസ്റ്റർ സ്റ്റേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അറ്റൻഡൻസ് എന്ത് ചെയ്യണം? ഇവിടെ വാങ്ങണം. ഈ അറ്റൻഡൻസ് ഞാൻ നേരത്തെ റിപ്പോർട്ട് പറഞ്ഞതുപോലെ തന്നെ അത് ക്യുമുലേറ്റ് ചെയ്ത് കാണാൻ പറ്റണം. ഏത് പീരീഡ് ഫ്രം 2 പീരീഡ് കൊടുത്താൽ ആ പീരീഡിൽ ക്യുമുലേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റണം. അത് തൊട്ട് മുകളിലെ ബോഡികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം? ആ റിപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റും. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് ഓരോ ലെവലിലുള്ളത് തൊട്ട് മുകളിലെ ബോഡികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാണാൻ വേണ്ടി പറ്റണം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. വിഷ്വലൈസ് മീറ്റിംഗ് അറ്റൻഡൻസ് റിപ്പോർട്ട് അണ്ടർസ്റ്റാൻഡ് ടൈംലി ആൻഡ് ഫ്രീക്വന്റ് അപ്ഡേറ്റ് ബൈ യൂണിറ്റ് ഓർ ലെവൽസ്. യൂണിറ്റ് ഓർ ലെവലിൽ ഈ വിഷ്വലൈസേഷൻ കൊടുക്കണം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ജനുവരി മുതൽ മാർച്ച് വരെയുള്ളതിൽ ഒരാളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു സാധനം കൂടി എന്ത് ചെയ്യണം? ക്യുമുലേറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതും വളരെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ഇനിയുള്ള വേറൊരു സാധനം 5ാമത്തെ മൊഡ്യൂളാണ് യൂസർ റോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ യൂസർ റോൾ മാനേജ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസർ റോൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഡെസിഗ്നേഷൻ മാനേജ് ചെയ്യലാണ്. ഉദാഹരണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കമ്മിറ്റി ഉദാഹരണത്തിന് ഒരു കമ്മിറ്റി ഉണ്ട് വിചാരിക്കുക. അപ്പൊ ആ ട്രാക്ക് ഫോഴ്സ് അല്ലെങ്കിൽ മറ്റേ IRW പോലത്തെ സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ ആ സാധനത്തിന്റെ ഒരു കൺവീനർ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഏത് സാധനത്തിന്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ യൂണിറ്റ് റോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ അതായത് ഇപ്പൊ സ്റ്റേറ്റ് അഡ്മിൻ തീരുമാനിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു ഡെസിഗ്നേഷൻ വേണം. അത് വേണ്ടത് മണ്ഡലത്തിലാണ് എന്ന് സ്ഥലത്ത് സെലക്ട് ചെയ്ത് അപ്പൊ ആദ്യം ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അത് എന്റെ ലെവലിൽ ക്രിയേറ്റ് ചെയ്താൽ ഈ റോൾ എന്ത് ചെയ്യാൻ പറ്റും? മണ്ഡലം കമ്മിറ്റിക്ക് തൊട്ട് മുകളിൽ, അതായത് ഏത് ലെവലാണുള്ളത് അതിന് തൊട്ട് മുകളിലെ കമ്മിറ്റിക്ക് ആ ലെവലിലുള്ള ആളെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വേറെ തീരുമാനിക്കാൻ ഇപ്പൊ ഉദാഹരണത്തിന് കൺവീനർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പോസ്റ്റ് തീരുമാനിച്ചിട്ട് ജില്ലക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ എന്ത് ചെയ്യാൻ പറ്റും? ആ ലെവലിൽ ഏത് ലെവലിലാണോ നമ്മൾ അസൈൻ ചെയ്യാൻ കൊടുക്കുന്നത് അതിന്റെ ബോട്ടം ലെവലുള്ള ടീമിന് എന്ത് ചെയ്യാം? ബോട്ടം ലെവലുള്ള ടീമിന്റെ സാധനങ്ങൾ അവർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ഉദാഹരണത്തിന് പ്രസിഡന്റ് എന്നാണെങ്കിൽ, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മള് മെമ്പർമാരുടെ ലിസ്റ്റ് നിർത്തിട്ട് മണ്ഡലം കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം? ഒരാളെ പിടിച്ചിട്ട് ഇന്ന പ്രസിഡന്റ് ഇന്ന പഞ്ചായത്തിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഏത് ലെവലിലാണ്, ഏത് ലെവലിലൊക്കെയാണ്, ഏത് പോസ്റ്റൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് മാസ്റ്റർ ഡാറ്റ ആയിട്ട് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഓരോ പ്രാവശ്യവും പുതിയൊരു കൺവീനർ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ പുതിയ കൺവീനർ, ഇപ്പൊ ജനസേവനം കൺവീനർ, അല്ലെങ്കിൽ കൺവീനർ വേറെന്തോ ഒരു ഇടപെടൽ എന്നാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടെ മാസ്റ്റർ ഡാറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ലെവലിലും ഏത് ഡെസിഗ്നേഷനാണ് വേണ്ടത് എന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഇനി ബോഡി സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, മണ്ഡലം, ലോക്കൽ ബോഡി, യൂണിറ്റ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലോഗിൻസ് ഉണ്ടാവുക. ഇപ്പൊ നാഷണൽ ലോഗിൻ നമ്മൾ ചെയ്യുന്നില്ല. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, മണ്ഡലം, ലോക്കൽ ബോഡി, യൂണിറ്റ് എന്നാണ് ഉണ്ടാവുക. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. യൂസർ ഫംഗ്ഷനാലിറ്റിയിൽ അതായത് പ്രൈമറി മെമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേണ്ട ഡാറ്റകൾ എന്തൊക്കെയാന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാറ്റസ്. നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? സ്റ്റാറ്റസ് എന്നുള്ള സാധനം എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് സൂപ്പർ അഡ്മിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലായിരിക്കാം ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റസ് നമുക്ക് അബ്രോഡ്, ഡെഡ് അല്ലെങ്കിൽ ഡിസ്മിസ് എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ മാനുവലി കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? അഡ്മിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഡാറ്റ എടുക്കേണ്ടത്. അതേപോലെ ഈ ലോക്കൽ ബോഡി, LAC തുടങ്ങിയ സാധനങ്ങളുടെയും ഡാറ്റ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക് ആയിട്ട് വരേണ്ടത്. ഓക്കെ, പ്രൈമറി മെമ്പറെ കുറിച്ചുള്ള ഡാറ്റയും മാസ്റ്റർ ഡാറ്റയാണ്. പ്രൈമറി മെമ്പറെ കുറിച്ചുള്ള ഡാറ്റയും മാസ്റ്റർ ഡാറ്റയാണ്. ഇപ്പൊ അവിടെ ഡാറ്റബേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മാസ്റ്റർ ഡാറ്റയിലാണ് മാനേജ് ചെയ്യുക. ഏറ്റവും അവസാനം 18 ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തൊക്കെ ചോദ്യം ചോദിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? അത് മാസ്റ്റർ ഡാറ്റ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു അഡീഷണൽ ഫീൽഡ് വേണമെങ്കിൽ
ആ ഫീൽഡ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. ഉദാഹരണത്തിന് ഇവിടെ ഫോട്ടോക്ക് ശേഷം നമ്മൾ വേറെ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഫീൽഡ് ആഡ് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡൈനാമിക്കലി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ ഡാറ്റ ഫീൽഡ് നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യുക. ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡാറ്റ ബാക്കെൻഡ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി മറ്റൊന്നുള്ളത്, ഡൈനാമിക് ആക്കാനാണോ പറയുന്നത്? ഈ സാധനം ഡൈനാമിക് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കില്ല. ഇത് ഡാറ്റാബേസ് ആണ് നിങ്ങൾ ലോഡ് ചെയ്യിപ്പിക്കുക. എന്ത് ഡാറ്റയാണ് ഒരാളുടെ വാങ്ങണം എന്നുള്ളത് ഡാറ്റാബേസ് വേണം ലോഡ് ചെയ്യാൻ. ഓക്കെ. പിന്നെയുള്ള സാധനം പ്രിന്റ് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും എക്സ്പോർട്ട് PDF. അതായത് ഒരു മെമ്പറെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മെമ്പർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ആ കമ്മിറ്റിക്ക് എന്ത് ചെയ്യുക, അയാളുടെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ക്രിയേറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മറ്റേ മാനേജർ റോൾ എന്ന് പറഞ്ഞിട്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ റോൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കത്തന്നെ അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി മെമ്പർ ആവാം, അല്ലെങ്കിൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ആവാം. അപ്പൊ അയാൾക്കുള്ള മൾട്ടിപ്പിൾ റോൾ അസൈൻ ചെയ്യാൻ പറ്റണം, അതവിടെ കാണാനും പറ്റണം. ഓക്കെ, ഞാൻ അതിന്റെ സാമ്പിൾ ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുള്ളത് മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവ്, അത് ഒരു മീറ്റിംഗ് ടൈപ്പുകൾ നമ്മൾ ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ആ മീറ്റിംഗ് ടൈപ്പിന് അഗേൻസ്റ്റ് ആയിട്ട് അറ്റൻഡൻസുകളും നമുക്ക് ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതിൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസുകൾ, ഇന്നർ ഡീറ്റെയിൽസുകൾ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ എങ്ങനെ ഉണ്ടാകും, മന്ത്ലി റിപ്പോർട്ടുകൾ, ഇവന്റ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു. മറ്റൊന്നുള്ളത് നോട്ടിഫിക്കേഷൻ. ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട സാധനങ്ങളാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം, ഇത് പക്ക മൊബൈൽ ആപ്പ് ഇല്ലാത്തത് കൊണ്ട് പക്ക റെസ്പോൺസീവ് ആയിരിക്കണം. ഡിസൈൻ പെർസ്പെക്റ്റീവിൽ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് ഇവൻ ഇതിന്റെ ഡിസൈനിങ്, അതിന്റെ സ്ട്രക്ചർ, അലൈൻമെന്റ് അടക്കം മൊബൈൽ പെർസ്പെക്റ്റീവിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതാണ് ഇതിലെ കോമൺ ആയിട്ടുള്ള മൊത്തത്തിലൊരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ 5 ബൈസ് പറയും. ബാക്കി സംശയങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാം. സംശയം ക്ലിയർ ചെയ്യാം. ഉണ്ടോ? മ്യൂട്ടാണല്ലോ. ഹലോ, ഏതെങ്കിലും ഏരിയയില് ക്ലിയർ ആവാനുണ്ടോ? ഈ യൂസർ റോളിൽ 5-ാമത്തെ യൂസർ റോൾ മാനേജ്മെന്റ് ഒന്ന് പറയണായിരുന്നു. 5-ാമത്തെ 5ഉം ആണ് 4ഉം ആണ് അറ്റൻഡൻസ് മാനേജ്മെന്റ് ഒന്ന് റിപ്പോർട്ടിന്റെ ഓക്കെ. ആ 3 ആദ്യം ഫസ്റ്റ് പേജ് വരുന്നില്ലേ? എന്താ വേണ്ടത്? അതിൽ എന്താണ് മിസ്സിംഗ് ആയ പാട്ട് പറയും, നിങ്ങൾക്ക് മനസ്സിലാവാത്ത പാട്ട് ഏതാ? അത് പിന്നെ റിപ്പോർട്ടില് ക്വസ്റ്റ്യനെയർ പോലെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതല്ലേ, പിന്നെ അതിനുള്ള റെസ്പോൺസ് സബ്മിറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അത് വരിക എന്നുള്ളത്. വരിക മീൻസ് മനസ്സിലായില്ല. വരിക എന്നുള്ള ഉദ്ദേശം ഇതിപ്പോ എൻട്രി ചെയ്യുന്നത്, റെസ്പോൺസ് എൻട്രി ചെയ്യുന്നത് ആരാണ് ചെയ്യാം? ഓരോ ലെവൽ, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ലെവലിൽ റെസ്പോൺസ് എൻട്രി ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു, ആ ഫോം ആർക്കാണെന്നത് നമ്മൾ മെൻഷൻ ചെയ്യും. ഇപ്പൊ ഞാനൊരു ഫോം ക്രിയേറ്റ് ചെയ്തു, ആ ഫോം മണ്ഡലത്തിനാണ് വിചാരിക്കുക. അപ്പൊ അത് മണ്ഡലം കമ്മിറ്റിയാണ് മറ്റേ അത് ഫില്ല് ചെയ്യേണ്ടി വരിക. ഞാൻ വേറൊരു ഫോം ഉണ്ടാക്കി അത് യൂണിറ്റ് ആണ് എന്നുള്ളത് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ അത് യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യേണ്ടി വരിക. ഏത് ഘടനയിലാണോ നമ്മൾ റിപ്പോർട്ട് ആഡ് ചെയ്യാൻ കൊടുക്കുന്നത് ആ ഘടനയാണ് ആ റിപ്പോർട്ട് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഷോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്യൂമുലേറ്റ് ചെയ്ത് കാണിക്കണം. അത് മണ്ഡലം കൊടുത്താൽ എല്ലാ മണ്ഡലം അങ്ങനെ വരുന്നുണ്ട്. ഒരു മന്ത് കൊടുത്താൽ ആ മന്തിൽ മാത്രമേ വരുള്ളൂ. പിന്നെ അടുത്ത മന്തിൽ അത് കോപ്പി എടുത്തിട്ട് വീണ്ടും ക്വസ്റ്റ്യനർ ആക്കണം, സെയിം ക്വസ്റ്റ്യനർ ആക്കണം.
പക്ഷെ അതൊരു പട്ടം തിരിക്കലും നടക്കണം. അതായത് ഒരിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ആ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിക്കവാറും വർഷം ചോദിക്കാം. അതാ ഞാൻ പറയുന്നത് റിപ്പോർട്ട് 2 തരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത്. അതായത് നോർമൽ മന്ത്ലി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ക്വസ്റ്റ്യനർ ഏകദേശം ഒന്നായിരിക്കും. പക്ഷെ ഈവന്റ് റിപ്പോർട്ട്, സ്പെഷ്യൽ റിപ്പോർട്ട് പറഞ്ഞ സാധനത്തിൽ ക്വസ്റ്റ്യനർ വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ മന്ത്ലി റിപ്പോർട്ടിന്റെ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് എല്ലാ മാസം ചോദിക്കുന്നുണ്ടാവും. അതിൽ ചിലപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ്. ഒരു എക്സാമ്പിള് അതൊന്ന് ഓക്കെ. പിന്നെ അതിലുള്ള സാധനം എന്ന് പറയുന്നത് ഇവന്റ് റിപ്പോർട്ടാണ്. പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അത് ക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കൂല. ഓക്കെ. അപ്പൊ റിപ്പോർട്ട് നമുക്ക് ആഡ് ചെയ്യുന്ന ഇപ്പൊ സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുക, എല്ലാ റിപ്പോർട്ടുകളും ആഡ് ചെയ്യുക. അതായത് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് ഏത് ഘടനയിൽ നിന്നുള്ള എന്ത് റിപ്പോർട്ട് വേണമെന്ന് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ഒരു ഫോർമാറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കാണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും, ആ റിപ്പോർട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റേറ്റ് റിപ്പോർട്ട് ആഡ് ചെയ്ത് യൂണിറ്റിനാണ് കൊടുത്തതെങ്കിൽ യൂണിറ്റ് എന്ത് ചെയ്യും, ആ റിപ്പോർട്ട് ആഡ് ചെയ്യും. അത് യൂണിറ്റുകൾ റിപ്പോർട്ട് ഞാൻ തന്നെ പറഞ്ഞത്, യൂണിറ്റുകൾ റിപ്പോർട്ട് ആഡ് ചെയ്താൽ അത് എന്ത് ചെയ്യാൻ പറ്റും, മണ്ഡലം കമ്മിറ്റിക്ക് ഓരോ യൂണിറ്റിന്റെ റിപ്പോർട്ട് സെപ്പറേറ്റും കാണാൻ പറ്റും. ആ മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ യൂണിറ്റുകളുടെയും റിപ്പോർട്ടിന്റെ ക്യുമുലേഷൻ, അതായത് ഉദാഹരണത്തിന് ആകെ മെമ്പർമാരെ ഒരു ചോദ്യം എക്സാമ്പിൾ ചോദിക്കുക, ചോദ്യം ചോദിച്ചാൽ ആകെ മെമ്പർമാർ അല്ലെങ്കിൽ എത്ര പ്രവർത്തകരെ കണ്ടു എന്നാണെങ്കിൽ ഓരോ യൂണിറ്റും കൊടുത്ത എണ്ണത്തിന് എന്ത് ചെയ്യും, കൗണ്ട് ചെയ്തിട്ട് ടോട്ടലും എന്ത് ചെയ്യും, ഒരു ഏരിയയിൽ കാണിക്കും. ഓക്കെ. അപ്പൊ റിപ്പോർട്ട് നമുക്ക് സിംഗിൾ ആയി കാണിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ക്യുമുലേറ്റീവ് റിപ്പോർട്ടായിട്ട്, അതായത് എല്ലാത്തിന്റെയും സമ്മ് എടുത്തിട്ട് കാണിക്കുന്ന ഓപ്ഷനും ഉണ്ടാവും. അതിലെ മറ്റേത് ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ ചോദ്യം വരെ ഒരു ലെവലിൽ ഉണ്ടാവുള്ളൂ. അതെ, ചോദ്യം ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് മാത്രമായിരിക്കും. അല്ല, സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ. സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെന്താ, അങ്ങനല്ല. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിന്റെ അടിയിൽ പിന്നെയും അങ്ങനെ ഉണ്ടാവും ഒരു ഹെഡിങ്ങും. അതിന്റെ ആ പാരാമീറ്റേഴ്സ് ഒന്ന് പറഞ്ഞു കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതായത് ടൈറ്റിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഇപ്പൊ ഒരു മേജർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ വേണമെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഓക്കെ. ഒരു ചോദ്യവും അതിന്റെ സബ് ചോദ്യങ്ങളും ഉണ്ടാവും. ഇതില് പിന്നെ വേറെ ഒരു കാര്യം എന്താ പറയുക, ഒരു യൂണിറ്റിന് കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു യൂണിറ്റ് ആണ് അത് എല്ലാ യൂണിറ്റും ലെവലും. എല്ലാ യൂണിറ്റിനും ഒരു പർട്ടിക്കുലർ യൂണിറ്റ് എന്ന് പറഞ്ഞ ഘടനയ്ക്ക് ഉണ്ടാവുക. അപ്പൊ എല്ലാ ഘടനയിലുള്ള എല്ലാ യൂണിറ്റുകൾക്കും അത് വരും. അതാണ് ഒരു മെയിൻ ആയിട്ട് ഇത്. പിന്നെ അറ്റൻഡൻസിന്റെ കാര്യം, അറ്റൻഡൻസ് ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ അറ്റൻഡൻസിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ഘടനയിലുള്ള ഓരോ ഘടനയിലും ഏതൊക്കെ അറ്റൻഡൻസ് എടുക്കണം എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ് ഫിക്സ് ചെയ്യും. ഉദാഹരണത്തിന് മണ്ഡലം അടിസ്ഥാനത്തിൽ എടുക്കുന്ന അറ്റൻഡൻസിന് 2 അറ്റൻഡൻസ് ടൈപ്പ് ഉണ്ടാവും. ഒന്ന് മണ്ഡലം എക്സിക്യൂട്ടീവും മണ്ഡലം കമ്മിറ്റിയും എന്ന് സ്റ്റേറ്റ് തീരുമാനിക്കും. സ്റ്റേറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ മണ്ഡലം അഡ്മിൻ ലോഗിൻ ചെയ്ത ആൾക്ക് അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് അവിടെ ഡ്രോപ്പ് ഡൗണിൽ സ്വാഭാവികമായിട്ടും വരും എന്ത്, ഇത് എക്സിക്യൂട്ടീവ് ആണോ അല്ല മണ്ഡലം കമ്മിറ്റി ആണോ എന്നുള്ളത് വരും. അയാൾ മണ്ഡലം കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ യൂസർ റോളിലെ മണ്ഡലം കമ്മിറ്റി കൊടുത്ത യൂസർ റോളിലുള്ള ആൾക്കാരെ മാത്രം അവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ. മണ്ഡലം എക്സിക്യൂട്ടീവ് എന്ന് കൊടുത്താൽ ആ മണ്ഡലത്തിലുള്ള എക്സിക്യൂട്ടീവ് എന്ന് കൊടുത്ത ആൾക്കാരെ മാത്രം അവിടെ ലിസ്റ്റ് ചെയ്യും. അവരുടെ അറ്റൻഡൻസ് ആണ് മാർക്ക് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, പറയാം. അറ്റൻഡൻസ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാന്ന് വെച്ചാൽ അറ്റൻഡൻസ് ഏതൊക്കെ ടൈപ്പ് അറ്റൻഡൻസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ മണ്ഡലം കമ്മിറ്റി എടുക്കേണ്ട അറ്റൻഡൻസ് 2 ടൈപ്പ് എന്താണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. മണ്ഡലം കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട അറ്റൻഡൻസ് എന്ന് പറയുന്നത് മണ്ഡലം എക്സിക്യൂട്ടീവ് ആണ്, അതുപോലെ മണ്ഡലം കമ്മിറ്റിയും ആണ് എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ മണ്ഡലം കമ്മിറ്റി അഡ്മിൻ ലോഗിൻ ചെയ്തതിനു ശേഷം അതിൽ അറ്റൻഡൻസ് എന്നുള്ള മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏത് അറ്റൻഡൻസ് ആണെന്ന് ചോദിക്കും. മണ്ഡലം കമ്മിറ്റി ആണോ അതോ മണ്ഡലം എക്സിക്യൂട്ടീവ് ആണോ എന്ന് ചോദിക്കും. മണ്ഡലം കമ്മിറ്റി ആണ് എന്ന് എടുത്താൽ ആ മണ്ഡലത്തിലുള്ള മണ്ഡലം കമ്മിറ്റി അംഗങ്ങളുടെ ലിസ്റ്റ് അവിടെ വരും. മൊത്തം മെമ്പർമാരുടെ അല്ല, നമ്മൾ മാനേജർ റോളിൽ കൊടുത്ത് മണ്ഡലം കമ്മിറ്റി എന്ന് അസൈൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് അവിടെ വരിക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ അഗേൻസ്റ്റ് ആയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ക്ലിയർ ആണോ? അതായത് ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ എത്ര ആള് പങ്കെടുത്തു എന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം. അതെ, പക്ഷെ അത് ആരാണ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നുള്ളത് നമ്മൾ മാനേജർ റോൾ വെച്ചിട്ടാണ് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ ഷബീറെ? ഇനി യൂസർ റോളിന്റെ കൂടെ 5ാമത്തെ യൂസർ റോൾ ഇപ്പൊ സെയിം പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോ ഓരോ ലെവലിലും ഏതൊക്കെ ഒരു യൂസറുടെ റോൾ എന്താന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന്
മണ്ഡലം എക്സിക്യൂട്ടീവ് മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്ന 2 റോളാണ് ശരിക്ക്. ഓക്കെ. അതേപോലെ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാവാം, യൂണിറ്റ് എക്സിക്യൂട്ടീവ് യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാവും, ഇനി അല്ലെങ്കിൽ കൺവീനർ വേറെ എന്തെങ്കിലും പേരുള്ള കൺവീനർ ഉണ്ടാവും. ഓരോ ഹൈറാർക്കി ലെവലിലും ഏതൊക്കെ ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്, യൂസറുടെ റോൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്റ്റേറ്റിനാണ്. അപ്പൊ സ്റ്റേറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു മാസ്റ്റർ ഡാറ്റ കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഡൻസ് പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ ഡാറ്റ കൊടുക്കും. ആ മാസ്റ്റർ ഡാറ്റയിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഇപ്പൊ ഇന്ന ഡെസിഗ്നേഷൻസ് ഒക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കും. അപ്പൊ ഒരു പ്രൈമറി മെമ്പർ എടുത്താല്, ഇപ്പൊ മണ്ഡലം കമ്മിറ്റിയാണ് ഒരു പ്രൈമറി മെമ്പർ എടുത്തെങ്കിൽ ആ മണ്ഡലം കമ്മിറ്റിക്ക് എന്ത് ചെയ്യാലും മെമ്പർ എടുത്തെങ്കിൽ ആ മണ്ഡലം കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ കാണും, മണ്ഡല അടിസ്ഥാനത്തിലോ പഞ്ചായത്തിലോ യൂണിറ്റ് തലത്തിലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ള എല്ലാ റോൾസും കാണാൻ പറ്റും. എന്നിട്ട് ആ റോൾ അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരാൾക്ക് തന്നെ ശ്രദ്ധിക്കേണ്ട സാധനത്തിലുള്ള ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ റോൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരാൾ ഒരേ സമയം യൂണിറ്റ് പ്രസിഡന്റ് ആവുമ്പോൾ തന്നെ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ ആവും, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഒക്കെ ആവാനുള്ള ഓപ്ഷൻസ് അയാൾക്ക് ഉണ്ടാവും. ഒരു റോളില് 2 ആളുണ്ടാവോ? ഒരു റോളില് 2 ആളുണ്ടാവോ? ഒരു റോളിൽ 50-100 ഒക്കെ ഉണ്ടാവും. അതല്ല, ഒരു ആൾക്ക് 2 റോൾ ഉണ്ടാവും പറഞ്ഞു, അതല്ലേ? ഒരാൾക്ക് 2 എന്നും റോൾ. ഉണ്ടാവും. ഉദാഹരണത്തിന് മണ്ഡലം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് മണ്ഡലം എക്സിക്യൂട്ടീവ് ഞാൻ പറയാം. മണ്ഡലം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ട് കുറെ ആൾക്കാരുണ്ടാവും എന്നതുപോലെ തന്നെ ഇപ്പോ ഷഹദ് എന്ന വ്യക്തിക്ക് മൾട്ടിപ്പിൾ റോൾ ഉണ്ടാവും. അയാൾ യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കും, മണ്ഡലം കമ്മിറ്റി മെമ്പർ ആയിരിക്കും, ജില്ലാ കമ്മിറ്റി മെമ്പറും ആവാം. അപ്പൊ തിരിച്ചും ഉണ്ടാവും, ഒരാൾക്ക് മൾട്ടിപ്പിൾ റോൾ ഉള്ള പോലെ തന്നെ ഉണ്ടാവും. ഒരാൾക്ക് 2 മണ്ഡലം അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു ഘടനയിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് ഒരു യൂണിറ്റിലെ മെമ്പർ ആകാൻ കഴിയുള്ളൂ, മൾട്ടിപ്പിൾ യൂണിറ്റിൽ മെമ്പർ ആകാൻ കഴിയില്ല. മൾട്ടിപ്പിൾ അത് നമ്മൾ അത് ശ്രദ്ധിക്കണം. യൂണിറ്റ് മെമ്പർമാരെ നമ്മൾ മാനേജ് ചെയ്തത് ഈ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ്. അപ്പൊ ഒരു മൊബൈൽ നമ്പർ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഭാര്യയും ഭർത്താവും കൂടി ഒരു മൊബൈൽ നമ്പറിൽ സേവ് ചെയ്യാൻ സമ്മതിക്കരുത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് സെയിം യൂണിറ്റിൽ നോക്കിയാൽ പറയാം, മൊത്തത്തിൽ നോക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഞാൻ യൂണിറ്റ് പ്രസിഡന്റാണ്. ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് സമയത്ത് ഒരാളെ ഇപ്പൊ ഷഹദിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഷഹദ് വേറെ യൂണിറ്റിൽ ഉണ്ടെങ്കിൽ, അത് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും വേണം. സോറി, യു ക്യാൻ ആഡ് ഷഹദ് ബിക്കോസ് ഹി ഈസ് ഓൾറെഡി ഇന്ന യൂണിറ്റിന്റെ പഞ്ചായത്ത് ഇന്ന മണ്ഡലത്തിൽ ഇന്ന ജില്ലയിൽ ഉണ്ട് എന്ന് കാണിക്കും വേണം. കാരണം എന്നാലേ ഇയാൾക്ക് അയാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതും എന്ത് ചെയ്യണം. ക്ലിയർ അല്ലേ ഷാദ് ഭായി? ഷബീർ ഭായി എന്തൊക്കെ സംശയം ഉണ്ടാ? അതായത് ഇപ്പൊ പറഞ്ഞ പോലെ യൂണിറ്റിന്റെ ഒരു പ്രസിഡന്റ് തന്നെ ഇപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റ് ആവാന്ന് പറഞ്ഞല്ലോ, അല്ലെ കമ്മിറ്റി മെമ്പർ മാത്രമേ ഉള്ളൂ? അത് കമ്മിറ്റി മെമ്പർ നിങ്ങൾ അതിൽ റെസ്ട്രിക്ഷൻ വെക്കണ്ട. എന്തായാലും തൊട്ട് മുകളിലെ കമ്മിറ്റിയാണ് മറ്റേ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യുന്നത്. അല്ല, ഒരു യൂണിറ്റിന്റെ പ്രസിഡന്റ് വേറൊരു ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റ് ആവൂലല്ലോ എന്തായാലും. വേറെ ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റ് ആവൂല എന്ന് വിചാരിക്കാം. കമ്മിറ്റികളിലെ മെമ്പർഷിപ്പ് മെമ്പർ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ആയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തോളെ. സെയിം ഘടനയിൽ ചെയ്യാം. അതായത് ഇപ്പൊ അങ്ങനെ ഒരാളെ യൂണിറ്റ് പ്രസിഡന്റിനെ മറ്റേ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് ആക്കണമെങ്കിൽ സ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്റ്റേറ്റിനാണല്ലോ മറ്റേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ജില്ലാ പ്രസിഡന്റ് ആക്കിയാൽ മതിയല്ലോ, അപ്പൊ എല്ലാ ആക്സസും കിട്ടുമല്ലോ. അതാ ഞാൻ പറഞ്ഞേ. അതായത് ഒരാൾക്ക് മൾട്ടിപ്പിൾ ആക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ തൊട്ട് മുകളിലത്തെ ബോഡിക്ക് കൊടുത്താൽ മതി. അതിന് റെസ്ട്രിക്ഷൻ വരുത്തണ്ട. അല്ല, അയാൾക്ക് ഇപ്പൊ യൂണിറ്റ് പ്രസിഡന്റിനെ പിടിച്ച് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അത് നേരെ ഒരു റോൾ തന്നെ അങ്ങോട്ട് ആക്കിയാൽ മതി. 2 കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 2 കൊടുക്കാം. അതായത് 2 ഉണ്ടെങ്കിൽ 2 കൊടുക്കാം, 1 ആണെങ്കിൽ 1 കൊടുക്കാം. ഡിസ്ട്രിക്ട് കൊടുത്തു കഴിഞ്ഞാല് ഓൾറെഡി അതിന്റെ താഴത്തുള്ള മുഴുവൻ ആക്സസ് കിട്ടുമല്ലോ. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ച്. അത് മാത്രം മതിയാവൂല കേട്ടാ. അങ്ങനെ ആക്സസ് കിട്ടൂല. അതായത് അത് വ്യൂ പാർട്ടാണ് ഉണ്ടാവുക, ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ജില്ലാ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു യൂണിറ്റ് റിപ്പോർട്ട് ആഡ് ചെയ്യാൻ പറ്റരുത്. എനിക്കൊരു കൺഫ്യൂഷൻ ആകുന്ന ഫാക്ട് ഞാൻ ചോദിച്ചോട്ടെ. ആ, ഈ യൂസർ റോള് പറയുന്നത് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടല്ലേ, അല്ലാതെ പിന്നെ അഡ്മിൻ യൂസറും അതും തമ്മിൽ തുല്യമാണോ? അല്ലല്ലോ. അല്ല, അഡ്മിൻ യൂസർ അല്ല. അതാണ് ഈ വരുന്ന വ്യത്യാസം. ലീഡർഷിപ്പിനാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനതൊക്കെ ആ റോളാണ് ഉപയോഗിക്കുക. ഷഹദ് ഭായ് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചോദ്യം ചോദിച്ചാൽ കൊണ്ടാണ്. അഡ്മിൻ യൂസർ അല്ല ഈ യൂസർ റോൾ മാനേജ്മെന്റ് പറയുന്നത്.
നമ്മള് ഓഫീസ് ബെയറർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ആ യൂസർ റോൾ മാനേജ്മെന്റ് പറയുന്നത്. അതെ, യൂസർ റോൾ മാനേജർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനും അയാൾ റോൾ ഐഡന്റിഫൈ ചെയ്യാനുമാണ്. നമ്മള് മുമ്പത്തെ ഡീറ്റെയിൽസിൽ ഓഫീസ് ബെയറർ മൊഡ്യൂൾ പറഞ്ഞതാണോ യൂസർ റോൾ മാനേജ്മെന്റ് ഉദ്ദേശിച്ചത്? അതെ അതെ. എനിക്ക് നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് പറയുമ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകൊണ്ടാണ്. അങ്ങനെയാണ്. അതെ, ഈ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനും ഇതിനാണ് നമ്മൾ മെയിൻ ആയി ഉദ്ദേശിക്കുന്നത്. മറ്റേത് പിന്നെ നമ്മൾ വേറെ യൂസർ മൊഡ്യൂൾ വേറെ ഉണ്ടാവും അപ്പൊ. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞ സാധനം. അതായത് സ്ട്രക്ചർ മാനേജ്മെന്റ് വേറെ തന്നെയാണ്. ഇപ്പോ ഓരോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതും ആ സ്ട്രക്ചറിൽ അഡ്മിൻമാർ ക്രിയേറ്റ് ചെയ്യുന്നത് വേറെ തന്നെയാണ്. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കി വൈസ് പറഞ്ഞാൽ. ഓക്കെ. അതായത് ഭാരവാഹികളെ ഉദ്ദേശിക്കുന്നത്. കാരണം സെക്രട്ടറിമാർ അവരെ കൂടുന്ന മീറ്റിങ്ങുകൾ ഏതാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ക്ലിയർ ആണോ? ഹലോ, ഇനി ഇതിന് സംഭവിക്കുന്ന ഒരു സാധനം, ഇതിനെ നമ്മൾ സ്പ്രിന്റ് മോഡലിലേക്ക് മാറ്റണം. അപ്പോ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് നമുക്കൊരു സ്പ്രിന്റ് മോഡലിലേക്ക് മാറ്റി ഈ സാധനത്തിന് വർക്ക്ഔട്ട് ചെയ്യണം. മൊഡ്യൂൾ വൈസ് ടൈം റെഡി ആക്കിയിട്ട് തരാന്നുള്ള രീതിയിലാണ് ആലോചിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് ഈ മീറ്റിംഗ് വെച്ച് മതി. മൊഡ്യൂൾ വൈസ്, ഡേറ്റ് വൈസ്, സ്പ്രിന്റ് വൈസ് ആക്കി തരണം. വീക്കിലി ഡെലിവറബിൾസ് ഉണ്ടാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തോളി പറ്റുമെങ്കിൽ, എന്നാൽ കുറച്ചുകൂടി നന്നാവും. ഒരു 2 week റിവ്യൂ പ്ലാൻ ചെയ്യാം. ആയിക്കോട്ടെ. സ്പ്രിന്റ് 2 week ഒക്കെ മതി, കുഴപ്പമില്ല. സ്പ്രിന്റ് ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഒന്നുമില്ലതാലേ ബാക്കി ഇത് വെച്ചിട്ട് ഞാനും ഷബീറും ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. ഹലോ മ്യൂട്ടാ. ഹലോ, ഇല്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇരിക്കാം കേട്ടോ. ശരി, എന്നാ ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് തന്നെ തരും. ഓക്കെ.